മാറ്റുരയ്ക്കുന്ന അറിവും വിവേകവും ഒന്നിക്കുന്ന ഈ അരങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു RG Media 360 presenting YXO കേരള. കഴിഞ്ഞ കുറേ എപ്പിസോഡ്സ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഗെയിം ഷോ ആയിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും നല്ല റെസ്പോൺസാണ് എല്ലായിടത്തു നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം രണ്ട് ജനറേഷൻസ് വരുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ്, അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രിയാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ തലമുറയ്ക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പോൾ അവർക്കറിയുന്ന പല കാര്യങ്ങളും നമ്മുടെ ആ ഒരു ഓൾഡർ ജനറേഷനും അറിയത്തില്ല. ഇത് തമ്മിലുള്ളൊരു കിഡിലൻ കമ്മ്യൂണിക്കേഷനാണ്, ഒരു കണക്ഷനാണ് ഈ ഒരു വേദിയിലൂടെ ഞങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. സോ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഇവിടെ പഴമയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ എന്നാൽ പഴമയുടെ എല്ലാ നല്ല എലിമെൻസും ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ടീമാണ് എത്താൻ പോകുന്നത്. ലെറ്റ്സ് ഇൻവൈറ്റ് ദ ടീം. ഇനി ഇവരുമായിട്ട് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്ന ഞങ്ങളുടെ ആ യൂത്ത് ക്രൗഡിനെ ഒന്ന് കാണണ്ടേ സർ? റെഡിയാണോ? റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഇന്നത്തെ RG Media 360 presenting YXO കേരളയിലെ ദ ടീം Y. നമുക്ക് ആദ്യം ഇവരെല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങാമല്ലേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഇതിനോടകം തന്നെ ജീവിതത്തിൽ ഒരുപാട് വിജയം കൈവരിച്ച ഒരു വലിയ ടീമിനെയാണ് ഞങ്ങൾക്ക് ഇന്ന് O സെക്ഷനിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ സാറിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. സർ യെസ്. എൻ്റെ പേര് നൗഷാദ് എന്നാണ്. സ്വന്തം സ്ഥലം ചിറയൻകീഴാണ്. ഓക്കെ. ഇപ്പോൾ താമസം ശ്രീകണ്ഠേശ്വരത്താണ്. ഓക്കെ. ഒരു പ്രത്യേക സന്തോഷം, എൻ്റെ വൈഫ് കൂടെ ഉണ്ട്, സജീല. എനിക്ക് 2 മക്കളാണ്. മൂത്താൾ ഫർസ, അവൾ ദുബൈയിലാണ്. മകൻ ബാംഗ്ലൂരാണ്. അദ്ദേഹം വിവാഹം കഴിഞ്ഞു. ഒരു ആസാമിൽ നിന്നൊരു പെൺകുട്ടിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ഇംഗ്ലീഷ് മാത്രമേ രക്ഷയുള്ളൂ. ഹിന്ദിയും ആസാമീസ് ഭാഷ പഠിക്കാൻ ശ്രമിച്ചു. മലയാളത്തെക്കാട്ടി വളരെ കഷ്ടമാണ്. സംസാരിക്കുന്നില്ല. ആയിട്ടില്ല. എൻ്റെ പേര് ജയചന്ദ്രൻ നായർ. വൈഫ് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പം റിട്ടയറായി. സാർ എന്തായിരുന്നു ചെയ്തിട്ടുള്ളത്? ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. 2 പെൺകുട്ടികളാണ്. മൂത്തയാളുടെ മാരേജ് കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, കാനഡയിലാണ്. ഇളയാള് 12th കഴിഞ്ഞിട്ട് അവളും കാനഡയിൽ പോയി. ഒരു ഡിപ്ലോമ കോഴ്സ് 2 years ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചു. എൻ്റെ പേര് സജീല. ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ ഹസ്ബൻഡ് നൗഷാദ് പറഞ്ഞിട്ട്. അതെ അതെ അതെ. പിന്നെന്താ നിങ്ങൾ മാറി നിൽക്കുന്നേ? നിങ്ങൾ അടുത്ത് നിൽക്കാതെ? എപ്പോഴും അടുത്തല്ലേ നിൽക്കുന്നത്, അപ്പൊ കുറച്ച് അകലം പാലിക്കാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു വൈഫ് വന്നിട്ടുണ്ടെന്ന് സ്റ്റുഡിയോയിൽ കാണാൻ വന്നിട്ടുണ്ടെന്നായിരിക്കും. ഇത് രണ്ടുപേരും നടുക്ക് സാർ ഒരു പില്ലർ എന്തോ ഭാഗത്തിന് നിൽക്കുകയാണോ സാറേ? കാരണം അത് ഇതേ പറയും കേട്ടോ ഞങ്ങളുടെ കാര്യം. രണ്ടുപേരും അടുത്ത് നിന്ന് എപ്പോഴും അടി. അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്, രണ്ടും എൻ്റെ സൈഡിൽ നിൽക്കാൻ. ഇനി ഈ സ്റ്റേജിൽ കയറി നിങ്ങൾ കാണണ്ട ഈ അടി, ഞാൻ കണ്ണുന്നുണ്ട്, അത് മതി. ഇത് പറയാൻ കാരണം എൻ്റെ ഗുരുവാണ്. എങ്ങനെയാണെന്നറിയോ, ഇദ്ദേഹം ചിറയൻകീഴാണ്, എൻ്റെ നാട്ടുകാരനാണ്. എന്നാലും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 37 വർഷമാണ്. 37 വർഷമായി 2 മക്കളുണ്ട്. അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, എൻ്റെ മുറപ്പെണ്ണാണ്. അതാണ് അമ്മാവന്റെ മകളാണ്. പക്ഷേ എന്നെ കുറിച്ചൊരു പാട്ട് പാടുന്നുണ്ട്. അമ്മായിന്റെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ചിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെഴുന്നേക്കൂല, മുറ്റമടിക്കൂല, പല്ല് തേക്കൂല എന്ന് പറയുന്നത് മോശമാണ്. അത് തേക്കും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ലേറ്റായിട്ടാണ് ഉറക്കം കഴിക്കുന്നത്. പക്ഷേ ഇന്നും എൻ്റെ ഹസ്ബൻഡ് രാവിലെ എഴുന്നേറ്റ് ചായ ഇട്ട് തരും. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കും, പക്ഷേ ചായ അത് പുകഴ്ത്തി പറയണല്ല, ഇത് നടക്കുന്ന സംഭവമാണ്. ഇതുവരെ ആയിട്ടും മാതൃകാ പുരുഷോത്തമനുള്ള അവാർഡ് ചേട്ടന് ഞാൻ കൊടുക്കുന്നു. എന്നാൽ ഈ വിജയകരമായ ദാമ്പത്യത്തിനുള്ള ഒരു രഹസ്യം എന്താണ്? നിങ്ങളുടെ ഇത്രയും വിജയിച്ചു പോകുന്നതിന്റെ എന്താണ് എന്ന് വെച്ചാൽ സ്നേഹമുണ്ട്. സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. നല്ലോണം തല്ലുകൂടും, പക്ഷേ ഞാൻ ഈ സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാറങ്ങ് പൊങ്ങി പോയി ഞങ്ങളുടെ സെറ്റൊക്കെ പൊളിച്ചു പോയി. സത്യം അതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന എന്ത് കാര്യത്തിനാ ചേച്ചി? ചേച്ചി വേറൊന്നും അല്ല, പെട്ടെന്ന് മുൻദേഷ്യമുണ്ട് പുള്ളിക്ക്. എന്ത് കാര്യത്തിന്? എന്നാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ്. എങ്ങനെയാണ് ഈ ഇണക്കാൻ എന്തൊക്കെ അടവാണ് ഉപയോഗിക്കുന്നത്? എൻ്റെ ഭയങ്കര ഒരു പാട്ടുണ്ട്,
അതേതാണ് സാറേ? മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല, നിന്നെ ഞാൻ അലിക്കുഞ്ഞിൻ മോളെന്ന് വിളിക്കും. ഞാൻ വേറൊരു വാക്കാണ്, എലിക്കുഞ്ഞെന്നാ പറയുന്നത്, പക്ഷേ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഭയങ്കര ലവ്ലി കപ്പിൾ ടച്ച് ഷൂട്ട്. ഇങ്ങനെ എന്നെ പോട്ടെ. താങ്ക് ഗോഡ്. ഇത് കണ്ടിട്ട് വിറച്ചു നിൽക്കുന്ന മറ്റൊരു ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതിനെയാണ് നമ്മളിന്ന് ബീറ്റ് ചെയ്യാനുള്ളത്. എന്ത് തോന്നുന്നു ഇവരുടെ ഈ ഒരു എനർജി വൈബ് കണ്ടിട്ട്? അടിപൊളി അടിപൊളി. കണ്ടോ? നിങ്ങളും അടിപൊളിയാക്കണം. ആക്കും. എങ്ങനെയാണ് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ മാം? യെസ്. എൻ്റെ പേര് ആഷ്മി. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. നെയ്യാറ്റിൻകരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നെയ്യാറ്റിൻകര ഞാൻ സത്യം പറഞ്ഞാൽ നെയ്യാറ്റിൻകരയുള്ള അല്ല, നെയ്യാറ്റിൻകരയിൽ നെല്ലിമൂട്ടിലുള്ള. നീ നെല്ലിമൂട്ടിലുള്ളതാണ്, എന്നാലും നീ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. ഓക്കെ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോ? എൻ്റെ പേര് ആരുഷി. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. വട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? അവിടെ ഒരു സ്നാക്സ് കട ഉണ്ട്. സ്നാക്സ് കടയുണ്ട്. നീ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സ്നാക്ക് ഏതാണ്? പൊട്ടറ്റോ ചിപ്സ്. പൊട്ടറ്റോ ചിപ്സ്. അവിടുത്തെ പൊട്ടറ്റോ ചിപ്സിന് എന്താ ഒരു പ്രത്യേകത? നല്ല എരിവാ. നല്ല എരിവാണ്. ഇന്ന് ഇവരുടെ ഈ ഒരു എനർജി കണ്ടിട്ട് എന്നാ തോന്നുന്നു? ഒരു ചെറിയൊരു വിറയലുണ്ടോ? പേടിയുണ്ടോ? ചെറുതായിട്ട്. കാരണം ഇവർ ആദ്യം തന്നെ വന്ന് 2 പാട്ടൊക്കെ പാടി എൻ്റെ കുഞ്ഞു മക്കൾ കിടുങ്ങിയിരിക്കുക. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. നിങ്ങളുടെ വക എന്താണ്? ഡിസ്കോ, പാട്ട്, ഡാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത ആൾ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. എൻ്റെ പേര് ദേവിക. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ്. നിങ്ങൾ 3 പേര് ഫ്രണ്ട്സ് ആണോ? ഇവിടെ വന്ന് നിങ്ങൾ ഫ്രണ്ട്സ് ആയി. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കണ്ടുമുട്ടിയത്? ഞാൻ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടിയത്. ഓക്കെ. എന്നിട്ട് 8th പഠിക്കുന്നു. ചിറയൻകീഴിൽ നിന്നാണ് വരുന്നത്. ചിറയൻകീഴാണ് വരുന്നത്. ഓക്കെ. ഈ പിറകെ ഇരിക്കുന്ന സാറിന്റെ സ്ഥലം ഏതാണെന്നറിയോ? ദേ പിറകെ ഇരിക്കുന്ന, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാ അറിയോ? ഏതാ? ചിറയൻകീഴ് തന്നെയാണ് നമ്മുടെ നിത്യഹരിത നായകൻ അല്ലേ? ചിറയൻകീഴ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നൗഷാദക്ക് എന്തെങ്കിലും നസീർ സാറുടെ ഒരു കണക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് എൻ്റെ ഫാദർ ഒരു പ്രൊഡ്യൂസറായിരുന്നു. വളരെ പ്രസിദ്ധമായ ഒരു പടമുണ്ട്, കൂടപ്പിറപ്പ്. വയലാർ രാമവർമ്മ സാറ് ആദ്യമായിട്ട് തൂലിക ചലിപ്പിച്ച ആ പടത്തിലാണ്. പ്രേംനവാസ് സാർ, അതായത് ഇദ്ദേഹത്തിൻ്റെ അനിയൻ, ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ് പഴയ അംബിക. തിരുവിതാംകൂർ സൗകര്യമാരുടെ ആ കൂട്ടത്തിലുള്ള അംബിക മാഡവും ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണ്. അങ്ങനെ GK പിള്ള സാറ് ചിറയൻകീഴ് മൊത്തം എടുത്തൊരു സിനിമയാണ്. ഞങ്ങൾക്ക് അന്നൊരു തിയേറ്റർ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, ഖദീജ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ. അപ്പോൾ പ്രേംനവാസ് സാറുമായിട്ട് അങ്ങനെ സിനിമയായിട്ടുള്ള ബന്ധങ്ങൾ വളരെയധികമാണ്. ഞങ്ങളതൊന്നും അദ്ദേഹത്തിന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങളോട് വളരെ സ്നേഹവും വാത്സല്യവുമായിരുന്നു. ആണ്, തീർച്ചയായിട്ടും അല്ലേ? മൊത്തം ഒരു കലാഹൃദയമുള്ള അതിന്റെ തൊട്ടടുത്ത്, അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഇദ്ദേഹം. എന്റെ നൈബറാണ്. അല്ല, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ മധു സാറൊക്കെ ഞങ്ങളുടെ സെറ്റ് വന്നിരിക്കും പറയാം ഏറ്റവും ഭംഗിയുള്ള നടനാണെന്ന് പറയും. മേക്കപ്പ് ഒന്നും ഇടാതെ തന്നെ കാണാനായിട്ട്. ഭംഗി മാത്രമല്ല, ക്യാരക്ടർ വൈസ് സൂപ്പർബ്. ഒന്നും പറയാനില്ല. ജസ്റ്റ് നൈബറാണ് ഞാൻ. ഓക്കെ. ഞങ്ങളൊക്കെ മിസ് ചെയ്തു പോയി. ഞാനൊക്കെ ആഗ്രഹിക്കും ഒന്ന് നസീർ സാർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഇന്റർവ്യൂ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഷീലാമ്മ വരുമ്പോഴൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ചോദിക്കുന്നത് നസീർ സാറിനെ പറ്റിയിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു തലമുറയെ ഇവരുമായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ സാറേ, എന്താണ് നിങ്ങളുടെ അന്നത്തെ കാലത്ത് ഇല്ല എന്ന് തോന്നിയ ഒരു സാധനം എന്തായിരുന്നു? ഇവരത് നന്നായിട്ട് ഇവർക്കത് ലഭിക്കുകയും ചെയ്തു, നിങ്ങൾക്കത് മിസ്സായി പോയെന്ന് തോന്നിയ ഒരു കാര്യം? ഞങ്ങൾക്ക് മിസ്സായിട്ട് തോന്നുന്ന ഇപ്പോഴത്തെ ഉള്ള ന്യൂ മൊബൈൽ ചില മീഡിയ അത് ഇതൊക്കെ ഇലക്ട്രോണിക് യുഗം, അതാണ് മിസ്സായി തോന്നിയത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് മിസ്സായി തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ കാലം അന്ന് ഇവർക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ചാമും. അതായത് ഈ കുട്ടികൾ ഇന്ന് ഈ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഊഞ്ഞാലും കുളവും പാടങ്ങളും പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്ന് കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. എന്നാൽ ഒരു ചെറിയ വിഷമയില്ലേ അന്നുണ്ടായിരുന്നെങ്കിൽ ഇതേ മാഡവുമായിട്ട് ഇരുന്ന് ടെക്സ്റ്റ് ചെയ്യായിരുന്നു, കാരണം മുറപ്പെണ്ണ് കൂടിയാണ്. ഒരിക്കലും ഇല്ല. ഈ മാമാടെ മകളുടെ അടുത്ത് ഞാൻ ധൈര്യമായിട്ട് കയറി ചെല്ലാവുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ടെക്സ്റ്റിങ്ങിന്റെ ആവശ്യമില്ല. വാട്സപ്പേ ഒന്നും വേണ്ടി വന്നില്ല. തോന്നുമ്പോ ഓടാം. ഇത് താണ്ട ഒരു ലൈഫ്. എന്നാൽ ആദ്യം ആരാണ് സ്നേഹം പറഞ്ഞത്? ആരാണ്? ഇക്ക തന്നെയാണ് സ്നേഹം പറഞ്ഞു. പിന്നെ ഞാൻ ഒരു നാട്ടും പുറത്താണ്. എനിക്ക് അത്ര വലിയ ഫാഷനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം മാറ്റിയെടുത്ത എൻ്റെ ഇക്കയാണ്. ഞാൻ ചുരിദാർ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ എല്ലാം മാറ്റിയെടുത്തു. എന്നൊരു മോഡേൺ ഗേൾ ആക്കി. ആവനാഴി എന്നൊരു ചിത്രമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 2 തിയേറ്റർ ഉണ്ടായിരുന്നു.
സജിന തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിൽ അത് 50-ാം ദിവസം ഓടുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ സാജൻ സാറ് പറഞ്ഞത് ട്രിവാൻഡ്രത്ത് ആഘോഷമില്ല, ചിറയൻകീഴ് തുടങ്ങാൻ, പ്രേംനസീർ സാറിൻ്റെ നാടല്ലേ, അങ്ങനെ അവിടെ തുടങ്ങുകയാണ്. അന്ന് ഞാൻ എൻ്റെ മാമയോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, മാമ ഒന്ന് അയക്കൂ. അതിനെന്താടോ, അയക്കാമല്ലോ. അപ്പോൾ കൂടെ ഒരു 3 ബോഡി ഗാർഡ്സിനെ കൂടെ അയച്ചിരുന്നു. അത്ര വിശ്വാസമാണ് എന്നെ. അപ്പോൾ അവിടെ വന്നു. ഞങ്ങൾ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ സ്വാഗതം ഞാനായിരുന്നു. അപ്പോൾ മമ്മൂട്ടി സാറ് വന്നില്ല അന്ന്, പുള്ളിക്ക് എന്തോ തിരക്കാരണം വരാൻ പറ്റിയില്ല. സ്വാഗത പ്രസംഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പുള്ളിയുടെ അടുത്ത് എന്നപ്പോൾ പറഞ്ഞു, ഇത്ര ഗംഭീരമായിട്ടൊക്കെ പ്രസംഗിക്കും അല്ലേ. ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാനന്ന്. സത്യം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓർത്തെടുക്കുകയാണെന്ന്. വാട്സപ്പ് ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പ്രേക്ഷകർക്കും YXO കേരള എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഇതാ ഒരു സുവർണാവസരം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിനുള്ള ശരി ഉത്തരം ദേ ഇപ്പോൾ തന്നെ YXO കേരള എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്യൂ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ. സോ കീപ്പ് ഓൺ മെസ്സേജിങ് ആസ് ഞങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങളുടെ YXO കേരള എന്ന ഇൻസ്റ്റാ പേജിൽ കിട്ടണം. RG Media 360 presents YXO കേരളയുടെ ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ ഇതാ കടക്കാൻ പോവാണ്. ഇതൊരു GK റൗണ്ടാണ്. ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ദേ എൻ്റെ കയ്യിലുള്ളത്. ഇതൊരു ബസർ റൗണ്ടാണ്. 2 ടീമിനോടും ഒരു തവണ ഞാനങ്ങ് ചോദ്യം ചോദിക്കുന്നതായിരിക്കും. ബസറിൽ കൃത്യമായിട്ട് കൈകൾ വെച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ആദ്യം ബസർ പ്രസ് ചെയ്യുന്ന ആ ടീമിനായിരിക്കും ശരി ഉത്തരം പറയാനായിട്ടുള്ള അവസരം ലഭിക്കുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസിനും ശരിയായിട്ടുള്ള ഉത്തരം നൽകുകയാണെങ്കിൽ 2 പോയിന്റ്സ് വെച്ച് നിങ്ങളുടെ ടീമിന് സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ സാറേ, അപ്പം ഈ ഒരു വൈബിൽ തന്നെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് പിടിക്കാൻ റെഡി ആയിട്ട് നിന്നോണം. ഗേൾസ് റെഡിയാണോ? പിന്നെ റെഡിയാണ്. വേറൊരു കാര്യമുണ്ട്, ചേച്ചി ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞതിന് ശേഷം മാത്രമേ സാർ ബസർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, റെഡി? അപ്പോൾ ഒന്ന് കൈയടിച്ച് നമുക്ക് തുടങ്ങിയാലോ? റെഡി? ഓക്കെ, സോ ഞങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? O ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ ശരി ഉത്തരം. മക്കൾക്കറിയായിരുന്നോ? അറിയായിരുന്നു. എന്നിട്ട് എന്നാ പ്രസ് ചെയ്യാത്തേ? മടിച്ചങ്ങനെ നിൽക്കരുത് കേട്ടോ. ഇവരൊന്നും വിട്ടുവരുന്ന പാർട്ടീസ് അല്ല. 3 പേരെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? 1 ഇഞ്ച് പോലും മാറത്തില്ല ഇവർ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ സിമ്പതിയുടെ പുറത്തൊന്നും മക്കളാണെന്ന് കരുതിയൊന്നും ഇവർ വിട്ടുകൊടുക്കില്ല. ഓക്കെ, അപ്പോൾ അടുത്തതിന് റെഡി ആയിട്ട് നിന്നോണം. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, ഹു ഇസ് ക്രെഡിറ്റഡ് വിത്ത് ഡിസ്കവറിംഗ് ഗ്രാവിറ്റി? ഗുരുത്വാകർഷണം കണ്ടെത്തിയത് ആരാണ്? വൈറ്റ് ടീം. ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ശരി ഉത്തരം. അടിപൊളി. എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണോ പഠിച്ചത് അതോ പഠിക്കാനുണ്ടായിരുന്നോ? പഠിക്കാനുണ്ടായിരുന്നു. ഗ്രാവിറ്റിയെ പറ്റി വേറെ എന്തെങ്കിലും അറിയോ? ഇല്ല. ഈ ഗ്രാവിറ്റി എന്താ ചെയ്യുന്നേ? ഭൂമിയിലോട്ട് വലിക്കും സംഭവങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു നടക്കും. എങ്ങോട്ട് വലിക്കുന്നത്? താഴോട്ട്. താഴോട്ടോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വലിക്കുന്നേ? ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട്. ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട്. ഗഹനമായിട്ട് കുട്ടി എത്തിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫ്ലൈറ്റ് ഒന്നും വലിക്കാതെ പോകുന്നത്? അതറിഞ്ഞൂടെ. ഇപ്പൊ എല്ലാം വലിക്കണമെങ്കിൽ ഫ്ലൈറ്റ് ഒക്കെ താഴെ വീണു പോണ്ടേ? അത് വേണം. അപ്പൊ പിന്നെ എന്തായിരിക്കും കാര്യം? അപ്പൊ ഐസക് ന്യൂട്ടൻ എവിടെയെങ്കിലും തെറ്റ് പറ്റിയോ? ഇല്ല. ഐസക് ന്യൂട്ടൻ ഇത് എങ്ങനെയാ കണ്ടുപിടിച്ചതിനൊരു ഭയങ്കര ഫേമസ് കഥയുണ്ട്, അറിയോ? അറിയാം. എന്നാ അത് പറഞ്ഞോ. ആപ്പിൾ മരത്തിന്റെ താഴെ ഇരുന്നപ്പം ആപ്പിൾ വന്ന് താഴെ വീണു. മരത്തലേ കൂടെ വീണു. അപ്പം അതെങ്ങനെ വീണേന്ന് കണ്ടുപിടിച്ച്. അടിപൊളി. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം കേട്ടോ. സ്കൂളിൽ തന്നെയാണോ ഇവിടെ പഠിച്ചേ? പഠിച്ചേ ആണ്. വേറെ എന്തെങ്കിലും ഈ യൂട്യൂബിൽ വഴി അങ്ങനെ വല്ലതും പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അതോ ഗൂഗിൾ ദൈവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാറുണ്ട്. എന്നാൽ ഐസക് ന്യൂട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ഇല്ല, ഒന്നും പറയാനില്ല. ഇപ്പൊ ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. എന്തായിരിക്കും? എന്നാലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. ഫ്ലൈറ്റ് മാത്രം ഇങ്ങനെ പോകുന്നേ? ഫ്ലൈറ്റ് മാത്രമല്ല, വേറെ പലതും പോകുന്നുണ്ട്. വേറെ പലതും പോകുന്നുണ്ട്. അതൊക്കെ ഇപ്പം ഇവിടെ പറഞ്ഞ് നമ്മൾ നാണം കെടുത്താൻ നിൽക്കുന്നില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. 2 ടീമിനും 2 പോയിന്റ്സും ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ സാർ. റെഡി ആയിട്ട് നിന്നോണം. റെഡി ആയിട്ട് നിന്നോണം. ഓക്കെ,
The last line of a poem is miles to go before I sleep. Name the poet. ഒരു പ്രശസ്തമായ കവിതയുടെ അവസാന വരിയാണിത്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഇത് എഴുതിയ കവി ആരാണ്? ആ കവിയുടെ പേരാണ് നമുക്ക്. The white team. റോബർട്ട് ഫോർസ്. റോബർട്ട് ഫ്രോസ്റ്റ്. ശരി ഉത്തരം. ഇത് ഏതാ കവിത? അതിന്റെ ടൈറ്റിൽ അറിയോ? സ്കൂളിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ പേരറിയില്ല കവിതയുടെ. അതൊന്നും അറിയില്ല. റോബർട്ട് ഫ്രോസ്റ്റിനെ പറ്റി വേറെ കേട്ടിട്ടുണ്ട്. വേറെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വലിയൊരു ഓഥർ കൂടിയാണ്. അതറിയില്ല. ഈ കവിതയുടെ ഇത് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് സാർ, ഇത് കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് നമുക്ക് ആ കവിയുടെ പേരെന്നൊക്കെ പറയുമ്പോൾ ഇവരെനിക്ക് തോന്നുന്നു ഇപ്പൊ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിൽക്കുന്നതുകൊണ്ടാണ്. നോ പ്രോബ്ലം. ഇനി പല തട്ടി എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്താണ് വച്ചേക്കുന്നത്. സോ നോ വറീസ്. ഇനി അടുത്ത ചോദ്യത്തിന് റെഡിയാണോ സാർ? ഇതിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വിച്ച് മ്യൂസീഷ്യൻ ഇസ് നോൺ ആസ് ദി കിങ് ഓഫ് റോക്ക് ആൻഡ് റോൾ? റോക്ക് ആൻഡ് റോളിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ, മ്യൂസീഷ്യൻ ആരാണ്? ദി ഓ ടീമാണ്. സാറേ കമോൺ. കിങ് ഓഫ് റോക്ക് ആൻഡ് റോളിന്റെ എല്ലാം ബസറെല്ലാം പ്രസ് ചെയ്തു. ഇനിയാണ് ആലോചിക്കുന്നത് ഏത് ഉത്തരം പറയാമെന്നൊക്കെ. കിങ് ഓഫ് റോക്ക് ആൻഡ് റോൾ മൈക്കൽ ജാക്സൺ ആണോ? മൈക്കിൾ ജാക്സൺ തെറ്റുത്തരാണ്. മൈക്കിൾ ജാക്സൺ കിങ് ഓഫ് പോപ്പ് ആണ്. ഇത് കിങ് ഓഫ് റോക്ക് ആൻഡ് റോൾ ആണ്. ക്വസ്റ്റ്യൻ പാസ് ചെയ്യാണ്. കിങ് ഓഫ് റോക്ക് ആൻഡ് റോൾ അറിയോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നോ ഐഡിയ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മ്യൂസീഷ്യൻ്റെ പേരെന്തെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ, രണ്ട് ടീമിനും അറിയാത്തത് കൊണ്ട് ഞാൻ തന്നെ ആ ഉത്തരം അങ്ങ് പറയാണ്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് എൽവിസ് പ്രസ്ലേ. എൽവിസ് പ്രസ്ലേ ആണ് കിങ് ഓഫ് റോക്ക് ആൻഡ് റോൾ ആയിട്ട് ലോകം മൊത്തം വാഴ്ത്തപ്പെട്ടത്. ഓക്കെ, ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ്. ഗ്രേറ്റ് മ്യൂസീഷ്യനാണ്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ മുതിർന്ന തലമുറയാണോ ഞങ്ങളുടെ ഇന്നത്തെ യൂത്ത് ആണോ ഇത് കൊണ്ടുപോകാൻ പോകുന്നത്? നമുക്ക് കൃത്യമായിട്ട് ബസറിൽ ഞാൻ മലയാളം കൂടെ പറഞ്ഞതിന് ശേഷം പ്രസ് ചെയ്യാം. ഓക്കെ, ഹൂ പെയിൻറ്റഡ് ദ ഫേമസ് ആർട്ട് വർക്ക് ദ സ്റ്റാറി നൈറ്റ്? ദി സ്റ്റാറി നൈറ്റ് എന്ന ലോക പ്രശസ്തമായ കലാസൃഷ്ടി വരച്ചത് ആരാണ്? ദി സ്റ്റാറി നൈറ്റ് എന്ന ലോക പ്രശസ്തമായ ദി ഓ ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ലിയനാർഡോ ഡാവിഞ്ചി തെറ്റുത്തരാണ്. ഇനി കുഞ്ഞുങ്ങൾക്കറിയോ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദ സ്റ്റാറി നൈറ്റ്. സ്റ്റാറി നൈറ്റ് എന്ന ചിത്രത്തെ പറ്റിയോ ഐഡിയ? എനി ഐഡിയ? നോ. ഓക്കെ, എൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിൻസെൻറ്റ് വാൻ ഗോക്ക് ആണ്. വിൻസെൻറ്റ് വാൻ ഗോക്ക് ആണ് അതിപ്രശസ്തനായ ചിത്രകാരനായ വിൻസെൻറ്റ് വാൻ ഗോക്ക് ആണ് ദ സ്റ്റാറി നൈറ്റ് എന്ന കലാസൃഷ്ടി വരച്ചിരിക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. നമുക്കിനി അടുത്തതിലോട്ട് പോകാം. അടുത്തതിൽ ഇത് കിട്ടും എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ ഈസ് എ ഫേമസ് കാർട്ടൂൺ ക്യാരക്ടർ നോൺ ഫോർ ഹിസ് ബിഗ് റൗണ്ട് ഇയേഴ്സ് ആൻഡ് ചിയർഫുൾ പേഴ്സണാലിറ്റി ഓഫൻ സീൻ വെയറിംഗ് റെഡ് ഷോർട്ട്സ് ആൻഡ് യെല്ലോ ഷൂസ്? വലിയ ചെവികളും ചുവപ്പ് ഷോർട്ട്സും മഞ്ഞ ഷൂസും ധരിക്കുന്ന പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രം ഏതാണ്? ദ വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. മിക്കി മൗസ്. മിക്കി മൗസ് ശരി ഉത്തരം. എനിക്കൊന്ന് പെട്ടെന്ന് സാറിന് അതിലോട്ട് പോയില്ലല്ലേ? അത് അത്രയിലേക്ക് ആ മനസ്സത്രത്തിലേക്ക് കുഞ്ഞിലേക്ക് ചാടി ഇറങ്ങിയില്ല ഞങ്ങൾ. വേറെ വലിയതിലോട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മിക്കി മൗസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. ഇത് കിട്ടും എന്നുള്ള എൻ്റെ ശുഭപ്രതീക്ഷയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ ഫൗണ്ടഡ് മൈക്രോസോഫ്റ്റ്? മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചത് ആരാണ്? ദ ഓ ടീമാണ്. ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് ശരി ഉത്തരം. എൻ്റെ അടുത്ത ചോദ്യം, വിച്ച് സിറ്റി ഹോസ്റ്റഡ് ദ 2008 സമ്മർ ഒളിമ്പിക്സ്? 2008 സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച നഗരം? ദ ഓ ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്. ആസ് ആൻസർ ബീജിംഗ്. ബീജിംഗ് ശരി ഉത്തരം. അറിയായിരുന്നോ? ഏതായിരുന്നു മനസ്സിൽ? ബീജിംഗ് തന്നെ ആയിരുന്നോ? ആയിരുന്നു, അറിയായിരുന്നു. എങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിച്ചോ അതോ? കണ്ടിട്ട് ഇത് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട് സമ്മർ ഒളിമ്പിക്സ് 2008. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ പോകാൻ പോവുകയാണ്. റെഡിയാണോ സാർ? റെഡി. ഓക്കെ,
ഇത് കുഞ്ഞുങ്ങൾക്ക് നോക്കാം, നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സിൽ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു ചോദ്യത്തിലൂടെ നമുക്കറിയാൻ പറ്റും. ഓക്കെ, സോ കെമിസ്ട്രി ഇഷ്ടമാണോ ആർക്കെങ്കിലും ഇതിൽ? എനിക്കിഷ്ടം. കെമിസ്ട്രി ഇഷ്ടമാണ്. ഓക്കെ, അപ്പം എത്രത്തോളം ഇഷ്ടമുണ്ടെന്നൊക്കെ നമുക്ക് ഇപ്പം അറിയാം. ഓക്കെ, വാട്ട് ഈസ് ദി കെമിക്കൽ സിംബൽ ഫോർ സിൽവർ? വെള്ളിയുടെ രാസചിഹ്നം ഏതാണ്? ദി വൈറ്റ് ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്, സിൽവറിൻ്റെ ആണേ. AG. AG, കറക്റ്റ് ആൻസർ. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് പറയാൻ പറ്റുമോ? അർജന്റം, കറക്റ്റ്, വെരി കറക്റ്റ്. ബാക്കി എത്രയുണ്ട്? പീരിയോഡിക് ടേബിളിൽ എത്ര മെറ്റൽസ് ഉണ്ട്? 113. ഓ, അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പീരിയോഡിക് ടേബിൾ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ ഈ സമയത്ത്. അപ്പോൾ അടിപൊളി. എന്തായാലും കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ അവരത് ബ്രഷപ്പ് ചെയ്യുന്നതായതുകൊണ്ടാണ്. കെമിസ്ട്രിയൊക്കെ ഇപ്പം നമ്മൾ ആരും AG ആണ്, സിൽവറിന്ന് സ്വർണം, വെള്ളി അങ്ങനെ അറിയായിരുന്നു, സാറിന് അറിയായിരുന്നു. പക്ഷേ പറഞ്ഞാൽ പിള്ളേർ പെട്ടെന്ന് അതങ്ങ് കൊണ്ടുപോയി. അപ്പോൾ എന്താണേലും ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതുകൂടെ കഴിയുമ്പോൾ നമുക്ക് പോയിന്റ്സ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, സോ ഒരു ചോദ്യം കൂടിയാണ് നമുക്ക് ഈ റൗണ്ടിൽ ബാക്കിയാകുന്നത്. ഹൂ ഈസ് ദി ഓഥർ ഓഫ് ദി ഏൻഷ്യൻറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ട്രീറ്റസ് ദി അർത്ഥശാസ്ത്ര? അർത്ഥശാസ്ത്ര എന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ ട്രീറ്റസ് എഴുതിയ ആ ഓഥർ ആരാണ് എന്നാണ് ചോദ്യം. അർത്ഥശാസ്ത്ര രചിച്ചിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അർത്ഥശാസ്ത്ര. ദ O ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ചാണക്യൻ. ചാണക്യൻ, ശരി ഉത്തരം. ചാണക്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്നത്. ചാണക്യൻ അർത്ഥശാസ്ത്രം എന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല. ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല, ഞങ്ങളിത് ബാധിച്ചിട്ടേ ഇല്ല. അതാണ് 3 പേരുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു ഭാവവ്യത്യാസം ഒന്നുമില്ല, കാരണം ഇതിലൊരു വാക്കും കേട്ടിട്ടില്ല. ഓക്കെ, എന്നാലും പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ മക്കളെല്ലാവരും പെർഫോം ചെയ്തു. ഇനി ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ 2 ടീമുകളുടെ ആദ്യത്തെ റൗണ്ട് ഓഫ് പെർഫോമൻസ് കഴിയുമ്പോൾ ഇരു ടീമുകളും സ്വന്തമാക്കിയിരിക്കുന്നു 8 പോയിന്റ്സ്. ഞങ്ങൾ ഇതുവരെ എപ്പിസോഡ് തുടങ്ങി ആദ്യമായിട്ടാണ് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ബാലൻസ് ചെയ്തിട്ട് ഒരു സ്കോർ വരുന്നത്. ഒന്നിൽ O ടീം കൊണ്ടുപോകും, അല്ലെങ്കിൽ വൈറ്റ് ടീം കൊണ്ടുപോകും, അടുത്ത ആക്ടിവിറ്റി റൗണ്ടിൽ പിടിക്കും. പക്ഷേ അതൊന്നുമില്ല, കട്ടയ്ക്ക് നിൽക്കുകയാണ്. 2 പേരും വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ തന്നെ നിൽക്കുകയാണ്. എന്തും കൽപ്പിച്ച് ഇതിലേതെങ്കിലും ഒരു ടീം ഇന്ന് വിൻ ചെയ്തിട്ട് എവിടെ നിന്ന് മടങ്ങുള്ളൂ എന്ന വാശിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി 2, 3 റൗണ്ടുകളിൽ ആരായിരിക്കും കൂടുതൽ മികവുറ്റതായി പെർഫോം ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. RG Media 360 പ്രസൻസ് YXO കേരളയുടെ ഞങ്ങളുടെ 2ാമത്തെ റൗണ്ട്, ഗെയിം റൗണ്ട്. പ്രോപ്പർട്ടീസ് ഒക്കെ എത്തിക്കഴിഞ്ഞു. സോ നിങ്ങളിൽ നിന്ന് ആരാണ്, വൈറ്റ് ടീമിൽ നിന്ന് ആരാണ് പെർഫോം ചെയ്യാനായിട്ട് വരുന്നത്? ഈ ഗെയിമിന്റെ പേര് മേക്ക് വേ ഫോർ ദി കപ്പ്. അപ്പൊ കപ്പ് കണ്ടല്ലോ മോളെ, കപ്പ് കണ്ടിട്ടുണ്ട്. മോളുടെ കയ്യിൽ ഒരു ബലൂണും ഉണ്ട്. മോള് ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്, ഈ ബലൂൺ വീർപ്പിച്ചിട്ട് നമ്മളത് ജസ്റ്റ് കളയുമ്പോഴത്തേക്ക് കുറേ കാറ്റ് വരത്തില്ലേ, ആ കാറ്റിൻ്റെ പ്രഷർ കൊണ്ടിട്ട് ഈ കപ്പിനെ ദേ മോട്ടുമൊയിലിന് വഴി കാണിക്കുന്ന പോലെ കാണിച്ച് ഇതുവരെ എത്തിക്കണം. അപ്പം മോളും ചെയ്യും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ O ടീം അത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ആരാണോ ഈ കപ്പിനെ ആ പൊസിഷനിലേക്ക് എത്തിക്കുന്നത് ആ ടീമായിരിക്കും നമ്മൾ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 പേരും സമനിലയിൽ നിൽക്കുകയാണ്. 8 പോയിന്റ് നേടിയാണ് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ഇവർ നിൽക്കുന്നത്. സോ ഈ ഒരു റൗണ്ടോടുകൂടി നമുക്ക് അറിയാൻ പറ്റും ആരാണ് കൂടുതൽ ലീഡ് നേടാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഗെയിം മനസ്സിലായിട്ടുണ്ട്. സോ അപ്പം ദേ ഇവിടെ വന്ന് നിന്നോളൂ, ഇവിടെ വന്ന് നിൽക്കാം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുറച്ചുകൂടെ അടുത്ത് വെച്ചിട്ട് നോക്കിയാലോ? അനങ്ങുന്നില്ല. ഒന്നുകൂടെ നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ചെറിയൊരു അനക്കേ ഉണ്ടായിട്ടുള്ളൂ, ഇതുവരെ കൂടുതലായിട്ടൊന്നും അനങ്ങിയിട്ടില്ല. പക്ഷെ കുഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഒന്നുകൂടെ അറ്റൻഡ് ചെയ്തോ? അവിടെ നിന്ന് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്,
Yeah. Come on. നീ ജസ്റ്റ് ഇത്രയും സ്പാൻസ് കൂടെ ഉള്ളൂ. Just like 1, 2, 3, 4. Done. കഴിഞ്ഞു. Oh wow. നീ അവിടെ നിങ്ങോട്ട് 6 ആക്ക്. You got it. You got it. Oh. ഇപ്പൊ കറക്റ്റ് ആയിട്ട് മോൾക്ക് ആ നാക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഉള്ളൂ. ഓൾമോസ്റ്റ് 3/4 ആയി വരികയാണ്. ബാക്കിയേറിയ പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. ഓ കുഴപ്പമില്ല അടുത്തതിന്. യു ക്യാൻ മേക്ക് ഇറ്റ് ഔട്ട്. കെയർഫുൾ, ഗ്ലാസ് പുറത്ത് പോകുന്നത്. യെസ്. Oh. Yes. Good going. Come on. Oh. Just one more. ഒരെണ്ണം കൂടി മതി. ചെറിയൊരു തട്ട് മതി. വളരെ ചെറുത്. അടിപൊളി. ഭയങ്കര സ്പോട്ടും സ്പിരിറ്റിലും മോൾ അടിപൊളിയായിട്ട് ആ ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം എത്രയായി എന്നുള്ളത് അടുത്ത റൗണ്ടിൻ്റെയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ വൈറ്റ് ടീം അസാധ്യമായിട്ട് ചെയ്തു അല്ലേ സർ? ഇനി ഇതൊരു മൈൻഡ് ഗെയിമും കൂടിയാണ്. ആ പ്രഷറിൽ നമ്മൾ കറക്റ്റ് പോയിന്റിൽ വെച്ചാൽ മാത്രമേ ആ ഗ്ലാസ് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു സാറിന് ആ ഒരു ടെക്നിക്ക് എല്ലാം മനസ്സിലായി. ആരാണ് നമ്മുടെ ഓ ടീമിൽ നിന്ന് പ്ലേ ചെയ്യാൻ വരുന്നത്? ഞാൻ തന്നെ. സാറാണ് ഇറങ്ങുന്നത്. ഒന്നീ കളരിക്ക് പുറത്തല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഓക്കെ, അതിപ്പോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ആശാനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ സാറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇതുവരെയുള്ള റൗണ്ട്സിൽ വന്നതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ കണ്ടസ്റ്റൻസിൽ ഒരാളാണ് സാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എനർജി തന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡിയാണോ? റെഡി. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Come on, Jen. സാറ് വേറെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം സാറ് കൃത്യമായിട്ട് പതിയെ ഓരോ എമൗണ്ട്സിലും. ഓ മൈ ഗോഡ്, സാർ വേറെ ഏതോ പ്രഷർ ഫ്രിക്ഷൻ ഫോർമുല എന്തോ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കിത് മനസ്സിലായിട്ടില്ല. ന്യൂട്ടൻ്റെ ഏതോ സിദ്ധാന്തമാണെന്ന് തോന്നുന്നു. സാർ കുട്ടികൾ അപ്ലൈ ചെയ്ത ടെക്നിക്കല്ല, സാറിന് വേറെ തനിയൊരു വഴിയാണ്. തനി വഴി എനിക്ക് മനസ്സിലായിട്ടില്ല സാർ, പക്ഷേ കാര്യമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. മൈ ഗോഡ്, സാർ ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടോ? പണ്ട് സൈക്കിളൊക്കെ കാറ്റടിക്കുന്ന പോലെ പയ്യെ കറക്റ്റായിട്ട്. ഇത് വേറൊരു ടെക്നിക്കാണ് ശരിക്കും, നമ്മളത് എക്സ്പെക്ട് ചെയ്യില്ല. കുറേ എയർ എടുത്തിട്ട് കറക്റ്റായിട്ട് അത് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക.
കാരണം അതുകൊണ്ട് കൂടുതൽ തവണ എയർ ഫില്ല് ചെയ്യില്ല. ആ ഫില്ല് ചെയ്തത് വെച്ചിട്ട് സാർ കൃത്യമായിട്ട് പോയിന്റ്സിൽ പ്രക്ക് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഈ സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. അതാ സാറിനെ ഇതിൻ്റെ മാസ്റ്ററായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു. പക്ഷേ ടൈം വരുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ സ്പീഡായിരുന്നോ ഞങ്ങളുടെ ഗുരുവിൻ്റെ ഈ ഒരു കാൽക്കുലേഷൻ ആണോ വിജയിച്ചതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബ്രില്യൻ്റ് ഐഡിയ ആണ് കേട്ടോ. ഈ ഗെയിം ഉണ്ടാക്കിയ ആൾക്കാർ ഒരു ഇത്ര പെട്ടെന്ന് ചെയ്തിട്ടില്ല. അവരിത് പഠിച്ചോണ്ടിരിക്കണുണ്ടായിരുന്നുള്ളൂ. അയ്യോ, എന്റെ അമ്മേ, നമ്മൾ കയറൊക്കെ കെട്ടി വലിക്കുന്ന പോലെ ഇത് വന്നോണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ ഇത് മനസ്സിലാക്കി വരാൻ ഒരു 70 വർഷം എടുക്കും. അതുകൊണ്ട് നമ്മളിതിപ്പോ നോക്കണ്ട, അത് കിട്ടും, കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഇതൊരു സാധനമാണ്. സൂപ്പർ സൂപ്പർ. ഞാനിങ്ങ് എടുക്കുക എൻ്റെയും കൂടെ ആശാനായിട്ട്. കാരണം ഈ ഗെയിം ഓർഗനൈസ് ചെയ്തവർ എന്നെ പെട്ടെന്ന് വീർപ്പിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ കൂളായിട്ട് വന്ന് നിന്ന് 4 വീർപ്പിക്കലേ വീർപ്പിച്ചോളൂ. മൊത്തം മറ്റേ നമ്മുടെ കപ്പ് പാഴ്സൽ ചെയ്ത് പോവായിരുന്നു. പക്ഷെ ഭയങ്കര ബ്രില്യൻസ് കേട്ടോ സാറേ, പറയാതിരിക്കാൻ മേല. പക്ഷേ ഇനി നമ്മൾ ടൈമും കൂടെ നോക്കുകയാണ്. സാറിന് പൊസിഷനിൽ നിൽക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞില്ലേ, 2 ജനറേഷൻസ് ഒരേ കാര്യം എങ്ങനെയാണ് കൺസീവ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. കുഞ്ഞുങ്ങൾ വളരെ കൃത്യമായിട്ടൊരു ഹാർഡ് വർക്കിലൂടെ അത് നേടിയെടുത്തപ്പോൾ കൃത്യമായ സ്മാർട്ട് വർക്കിലൂടെ വിത്തിൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമ്മുടെ ഓൾഡർ ജനറേഷൻ അത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ടൈം ഒന്ന് നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ. വൈറ്റ് ടീം ഈ ഒരു ഗെയിം ചെയ്ത് തീർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് വെറും 4 മിനിറ്റും 18 സെക്കൻഡും മാത്രമാണ്. സൂപ്പർ. ഇനി സാർ കുറച്ചൊക്കെ വർത്താനം പറഞ്ഞ് ഞാനുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എത്രയും കുറച്ച് സമയം പോയെന്നൊക്കെ ഉള്ളത് നമുക്കറിഞ്ഞാലോ? എന്തു തോന്നുന്നു, കുറവായിരിക്കോ കൂടുതലായിരിക്കോ കുഞ്ഞുങ്ങളെക്കാളും? ടൈം കുറവായിരിക്കും. വിത്തിൻ എ ഷോർട്ട് ടൈം ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. കോൺഫിഡൻസ് കണ്ടില്ലേ? അപ്പോൾ ഇനി എന്തായാലും ടൈമർ പറയുന്ന പ്രകാരം ഞങ്ങളുടെ O ടീം ഈ ഒരു ഗെയിം തീർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളെക്കാൾ കൂടിയിരിക്കോ കുറഞ്ഞിരിക്കോ? ഇത്രയും സമയമൊക്കെ എടുത്ത് എന്താ തോന്നുന്നേ? സാറ് പെട്ടെന്നാണോ, നിങ്ങളെക്കാൾ നന്നായിട്ടാണോ, കുറച്ചുകൂടെ കുറഞ്ഞായിട്ടാണോ, എങ്ങനെയാ തോന്നിയത്? സമയമെടുത്തു, പക്ഷെ നമ്മുടെ സമയം അറിഞ്ഞപ്പം കുറവാണെന്ന് തോന്നുന്നു. അവർക്കൊരു വിശ്വാസമുണ്ട് അവരാണ് കുറച്ച് സമയത്തിൽ തീർത്തതെന്ന്. കുറച്ച് കൂടുതൽ സമയം എടുത്തു എന്നാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. വെറുതെ സംസാരിച്ചൊക്കെ സമയം കളയായിരുന്നു. ആ ടെക്നിക്കിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്നാലും ഞങ്ങളുടെ O ടീം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 3 minutes 35 സെക്കൻഡ്സിലാണ്. കുറച്ച് വ്യത്യാസമുള്ളൂ, 1 മിനിറ്റിന്റെ പോലും ഇല്ല. ഏകദേശം ഒരു 40 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അവരൊന്ന് തീർത്തിരിക്കുകയാണ്. സോ 5 പോയിന്റ്സ് കരസ്ഥമാക്കുന്നു. ഗെയിം റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു ടീം O. അപ്പോൾ 2 റൗണ്ട്സ് കഴിയുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ടീം കരസ്ഥമാക്കുന്നു 8 പോയിന്റ്സ്. രണ്ടാമത്തെ റൗണ്ടിലും വിജയിച്ച് ഞങ്ങളുടെ O ടീം കരസ്ഥമാക്കുന്നു 13 പോയിന്റ്സ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി ഭാര്യയും ഭർത്താവിന് വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇത് വിജയിച്ച് ഈ റൗണ്ടെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവരിനി ഒരുമിച്ച് പോകുന്നു. എനിക്ക് തന്നെ ഒരു ഇതില്ല. എന്നാലും സാറിന് ചോദിക്കുകയാണ്, വളരെ ആക്റ്റീവായിട്ട് സാറിനെ കാണുന്നു, ഭയങ്കര പ്ലസൻ്റ് ആണ് സാർ. കൈക്ക് എന്താണ് പറ്റിയത് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ? ചെറിയൊരു അപകടം പറ്റിയതാണ്. എന്താ ചെറുതെന്ന് എനിക്ക് തോന്നിയിട്ടേ ഉള്ളൂ. കാരണം ദൈവാനുഗ്രഹമാണ്. 1999 ശ്രീകാര്യത്തിനടുത്ത് വെച്ചൊരു സൂപ്പർ ഫാസ്റ്റും എൻ്റെ മാരുതി വാനുമായിട്ടുള്ളൊരു അപകടമായിരുന്നു. ഓക്കെ.
അത് അവർ റോങ് സൈഡിൽ കയറി വന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ദേഷ്യത്തിൽ കൈ പുറത്തെടുത്തിട്ട് അപ്പോൾ കൈ മുറിഞ്ഞു പോയി. സാറ് കൈ പുറത്തിടുകയായിരുന്നു. എന്താടോ എന്നുള്ള ഇതിൽ കൈ പുറത്തിട്ട് എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? അതെ 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 എടുത്തോണ്ട് പോയി. അവിടെ അഗ്രഷനാണ്. അപ്പോൾ ആ കൈ മുറിഞ്ഞ കൈയും എടുത്ത് ഞാനൊരു ഏകദേശം 10 കിലോമീറ്റർ ഓടി. അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഭാര്യയുടെ വീടാണ്. പുള്ളിക്കാരി അന്ന് അവിടെ ഭാര്യ വീട്ടിലാണ്, കണിയാപുരത്താണ്. ഞാൻ ആ ഒറ്റ കൈ കൊണ്ട് ഓടിച്ച് നേരെ അവിടെ കൊണ്ട് ചെന്ന് ബോധം കെട്ട് വീണ ഒരു ആളാണ്. ദൈവ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് തുന്നി ചേർക്കാൻ പറ്റിയില്ല അന്ന്. എത്രയും ഒന്നും ഒരു സെക്കൻഡ്, ബോധം കെട്ട് വീണത് അവനല്ല, സജലിയുടെ ഫാദർ. ഇത് കണ്ടിട്ട് ബോധം കെട്ട് വീണ്. അവൻ അപ്പോഴും ബോധം ഉണ്ടായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യേട്ടെ, കാരണം ചെറിയ കാര്യങ്ങൾ വരുമ്പം പോലും തളർന്നു പോകുന്ന ഈ ഒരു യങ്ങർ ജനറേഷന്റെ മുന്നിലൊക്കെ സാർ എന്ത് ചിരിച്ചിട്ട് നമുക്കിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ ദൈവാനുഗ്രഹം മാത്രമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മളെ പോലുള്ളവരെയൊക്കെ പ്രചോദനം നൽകാനായിട്ട് സാറിനെ പോലുള്ളവർ ഈ ഒരു സമൂഹത്തിൽ വേണം. ഞാൻ എന്നെ കണ്ട് തന്നെ ഒരുപാട് പേര് ഞാൻ തോന്നുന്നു പിന്നെ രംഗത്ത് കൂടുതൽ ആക്റ്റീവ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും. എന്നൊരു വലിയ ഇത് കൊടുക്കണ്ടേ? അയ്യോ, ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. പറഞ്ഞ പോലെ ദൈവം അനുഗ്രഹിച്ച് ജീവിതം തന്നിരിക്കുകയാണ്. ഹാപ്പി ആയിട്ട് തന്നെ പോട്ടെ. ദൈവത്തോട് നന്ദിയുണ്ട് എപ്പോഴും. തീർച്ചയായിട്ടും. സോ ഹാപ്പി. സോ ഞങ്ങളുടെ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ 13 പോയിൻറ്സുമായിട്ട് ഞങ്ങളുടെ ടീം ഓയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു റൗണ്ടിലാണ് ഓ ടീം ഏറ്റവും കൂടുതൽ പാടുപെടാറുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ സാറേ, ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഈ ന്യൂ ജനറേഷൻ ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഇവരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന കുറച്ച് ഓൾഡ് ജെൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ ഒരു വൈബിൽ തന്നെ എനിക്ക് ഇങ്ങോട്ട് തന്നേക്കുക. ഓക്കെ ഓക്കെ, റെഡി? അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ടീം വൈഡ് അടുത്താണ്. റെഡി? ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് which traditional percussion ensemble usually performed at Kerala temple festivals is known for its rhythmic beats? കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ സാധാരണയായി അവതരിപ്പിക്കുന്ന പരമ്പരാഗത വാദ്യ കലാരൂപം ഏതാണ്? അതായത് ഉത്സവങ്ങളിലൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ ഭയങ്കര നല്ല ബീറ്റ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്ന, നല്ല താളമൊക്കെ കേൾക്കുന്ന ആ ഒരു കലാരൂപം ഏതാണ്? അതായത് എന്താണത് പ്ലേ ചെയ്യുന്നത്? എന്താണ്? ഏത് കലാരൂപം? ഏതൊരു പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, വാദ്യോപകരണമാണ്. അതാണ് നമ്മൾ ഉത്സവങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ കൂടുതലായിട്ടും പ്ലേ ചെയ്യുന്നത്. പറഞ്ഞു, അറിയാമെന്നോ? മനസ്സിൽ തോന്നും. ചെണ്ട. ചെണ്ടമേളം. കറക്റ്റ് ആൻസർ. അല്ല, ഇഷ്ടമാണോ ചെണ്ടമേളം കേൾക്കാനും പോകാനും കാണാനും ഒക്കെ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. റെഡി? ഓക്കെ. വിച്ച് ബോളിവുഡ് ആക്ട്രസ് വൺ ദ ടൈറ്റിൽ ഓഫ് മിസ് യൂണിവേഴ്സ് ഇൻ ദ ഇയർ 1994? അതായത് 1994 മിസ് യൂണിവേഴ്സ് 1994 മിസ് യൂണിവേഴ്സ് ടൈറ്റിൽ നേടിയ ബോളിവുഡ് നടി ആരാണ്? ബോളിവുഡാണ്, മിസ് യൂണിവേഴ്സ് ആണ് ടൈറ്റിൽ നേടിയിരിക്കുന്നത്. ഭയങ്കര പ്രശസ്തിയായിട്ടുള്ളൊരു നടിയാണ്, ഇപ്പോഴും ആക്റ്റീവാണ്, ഭയങ്കര ഫേമസ് നടിയാണ്, സ്റ്റിൽ ആക്റ്റീവ്. 1994 മിസ് യൂണിവേഴ്സ് ആണ് ടൈറ്റിൽ. മനസ്സിൽ തോന്നുന്ന പറഞ്ഞോ? ഐശ്വര്യ റായ് ആണോ? ഉത്തരം ശരിയാണോ തെറ്റാണോ നമുക്ക് ഇവരുടെ കൂടെ ചെറുതായിട്ടൊന്ന് നോക്കി നോക്കാം. സാർ ഒരു സൗന്ദര്യ ആസ്വാദകനാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പേര് മറന്നുപോയി. ഐശ്വര്യയ്ക്ക് മുമ്പേ ഉള്ളൊരു ലേഡി ഉണ്ട്. മിസ് യൂണിവേഴ്സ് ആണ്. മിസ് യൂണിവേഴ്സ് ആണ്. കിട്ടുന്നില്ല. സുഷമ സരള? അല്ല 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 അല്ല. ഞാൻ പറഞ്ഞോട്ടെ അപ്പോൾ? ഐശ്വര്യ റോയ് എന്നുള്ളത് തെറ്റുത്തരാണ്. മിസ് വേൾഡ് ആയിരുന്നു ഐശ്വര്യ റോയ്. മിസ് യൂണിവേഴ്സ് ആയത് സുഷ്മിത സെൻ ആണ്. സുഷ്മിത സെൻ ആണ് മിസ് യൂണിവേഴ്സ് ആയത്. മിസ് വേൾഡ് ആയിരുന്നു ഐശ്വര്യ റായ്. റെഡി? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്
What is the name of the handheld device released in the 1980s by Sony that revolutionized personal music listening? 1980കളിൽ സോണി പുറത്തിറക്കിയ വ്യക്തിപരമായ സംഗീതം കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? എനി ഐഡിയ? റേഡിയോ അല്ലടാ. റേഡിയോ നമ്മളിപ്പോൾ പ്ലേ ചെയ്താൽ ഈ പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ലേ? ഇത് നമുക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. മോള് പ്ലേ ചെയ്താൽ മോൾക്ക് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞോ, എന്താ അവള് പറയുന്നത്? പറഞ്ഞോ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഹെഡ്സെറ്റ് തെറ്റുത്തരമാണ്. അതൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഞങ്ങൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. ഹെഡ്സെറ്റും റേഡിയോയും വരെ എത്തി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവരിലേക്ക് നമ്മൾ പോകുമ്പോൾ പോക്കറ്റ് റേഡിയോ നോ. മാമിന് എനി ഐഡിയ? CD ഒന്നുമല്ല. വാക്ക്മാൻ എന്ന് കേട്ടിട്ടുണ്ടോ? വാക്ക്മാൻ ആണ്. എനിക്കൊന്ന് സാറ് യൂസ് ചെയ്ത് കാണണം. വാക്ക്മാൻ ആണ് ശരി ഉത്തരം. കാരണം 1980s സോണിയാണ് അത് പുറത്തിറക്കുന്നത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റെഡി? ഇതെന്തായാലും കിട്ടുമെന്നാണ് ചേച്ചി പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. What is the name of the doll that was first introduced as a teenage fashion model and has become known for her numerous careers and adventures? ആദ്യമായി ടീനേജ് ഫാഷൻ മോഡൽ എന്നതായി പരിചയപ്പെടുത്തപ്പെട്ട നിരവധി കാരിയറുകളും സാഹസങ്ങളും ഉള്ള പാവയുടെ പേരെന്താണ്? ആദ്യത്തെ ഒരു നമ്മളൊക്കെ ഈ ഒരു പാവയുടെ പേരാണ് ഇപ്പോഴും. ഈ ഒരു പാവ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഗേൾസിൻ്റെ ഇപ്പോഴും സ്റ്റിൽ ദ ഫേവറേറ്റ്. ഇപ്പോഴും ഈ ഒരു പാവ യൂസ് ചെയ്യാത്ത പെൺകുട്ടികൾ എൻ്റെ ഒന്നും കാലഘട്ടത്തിൽ എല്ലാവരും യൂസ് ചെയ്തതാണ്. കണ്ണൊക്കെ എഴുതിച്ചൊക്കെ ഞങ്ങൾ നടത്തും. കമോൺ പറഞ്ഞോ ധൈര്യമായിട്ട്. ബാർബി ശരി ഉത്തരം. നിങ്ങൾക്കൊക്കെ ബാർബി ഡോൾസ് ഉണ്ടോ? ഉണ്ട്. അതാണ് ആദ്യത്തെ ഫാഷൻ മോഡലായിട്ട് മാർക്കറ്റിൽ വന്ന ഡോള് ബാർബിയാണ്. ഒറ്റ ചോദ്യം കൂടി ഇവർക്ക് ബാക്കിയുള്ളൂ. ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് പ്രോപ്പ് ദാറ്റ് ചാർലി ചാപ്ലിൻ often used in his performances symbolizing his character's resilience and charm? പേടിക്കേണ്ട, ചോദ്യം കേട്ടിട്ട്. ചാർലി ചാപ്ലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ പുള്ളിനെ? ഉണ്ട്. ആരത്? കോമഡി കാണിക്കുന്ന ഒരു ചേട്ടൻ. ഓക്കെ, അത് തന്നെ ചാർലി ചാപ്ലിൻ. ഓക്കെ, ചാർലി ചാപ്ലിൻ തൻ്റെ പ്രകടനങ്ങളിൽ അമിതമായി ഉപയോഗിക്കുന്ന തൻ്റെ കഥാപാത്രത്തിൻ്റെ സഹനശീലവും ആകർഷണീയതയും പ്രതിഫലിപ്പിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? എപ്പോഴും ചാർലി ചാപ്ലിൻ്റെ കൂടെ നമുക്കിത് കാണാൻ പറ്റും. ധൈര്യമായിട്ട് മനസ്സിൽ തോന്നുന്നു പറഞ്ഞോ. സ്റ്റിക്ക്. ചാർലി ചാപ്ലിൻ ഒരു ഐക്കണാണ്, വേൾഡ് ഐക്കണാണ്. ആൻഡ് സ്റ്റിക്ക് എന്ന് ഇവർ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, സോ അടിപൊളി, നന്നായിട്ട് പെർഫോം ചെയ്തു നമ്മുടെ കുട്ടികൾ. ഇനി ഏറ്റവും കൂടുതൽ രസകരമാകുന്ന ഞങ്ങളുടെ ടീമിലേക്കാണ് ഞങ്ങൾ വരാൻ പോകുന്നത്. ഇന്നത്തെ സാർ ഈ ജെൻ സി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു 2005 കാലഘട്ടങ്ങളിൽ ജനിച്ച കുട്ടികളെയാണ്, അതായത് ഈ പ്രായം കുട്ടികളെയാണ് ജെൻ സി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ. അങ്ങനെയാ, ഞങ്ങളൊക്കെ കുറച്ച് ഓൾഡറാ. നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ കഴിഞ്ഞുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പേരുകളൊന്നും ഇല്ല എന്നാലും. ഓക്കെ, ഞങ്ങളുടെ ടീമിലേക്ക് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് റെഡിയാണോ സാർ? ചോദിക്കട്ടെ. ഓക്കെ, ആദ്യത്തെ ചോദ്യം. വിച്ച് മലയാളം ഫിലിം മേക്കർ ഇസ് നോൺ ഫോർ ദ മൂവീസ് ബാംഗ്ലൂർ ഡേയ്സ് ആൻഡ് ഉസ്താദ് ഹോട്ടൽ? ബാംഗ്ലൂർ ഡേയ്സ്, ഉസ്താദ് ഹോട്ടൽ എന്നീ സിനിമകളിലൂടെ അറിയപ്പെടുന്ന മലയാള തിരക്കഥാകൃത്ത് ആരാണ്? ഉസ്താദ് ഹോട്ടലും ബാംഗ്ലൂർ ഡേയ്സും, ഈ 2 സിനിമകൾ നമുക്കറിയാം. ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്നത് നിവിൻ പോളി, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ അഭിനയിച്ച സിനിമയാണ്. അതേ തിരക്കഥാകൃത്ത് തന്നെയാണ് ബാംഗ്ലൂർ ഡേയ്സ് എഴുതിയിരിക്കുന്നത്. ബാംഗ്ലൂർ ഡേയ്സ് പോലെ ഉസ്താദ് ഹോട്ടൽ എഴുതിയിരിക്കുന്നത് ദുൽഖറിൻ്റെ സിനിമയാണ്. തിരക്കഥാകൃത്ത് ഉത്തരം പറഞ്ഞാൽ നാണക്കേടാണ്. നീയാണ് ഫിലിമായിട്ട് ശരിക്കും എന്നെ കാട്ടിയും പരിചയമുള്ള വ്യക്തി ഈ നിൽക്കുന്ന വ്യക്തിയാണ്. എൻ്റെ വലത് സൈഡ് നിൽക്കുന്നത്. സമ്മതിക്കുന്നു. ഒരു ചെറിയ ക്ലൂ തരാം. ഒരു സ്ത്രീയാണ്. ഇതിക്കുള്ള ഒരു ക്ലൂ എനിക്ക് കൊടുക്കാൻ പറ്റൂല. നിങ്ങൾക്കറിയോ? നിങ്ങൾ സിനിമയൊന്നും കാണുന്നവരല്ല? സിനിമ കാണും, ഇത് അറിഞ്ഞൂടാ. ഇത്
നിങ്ങൾക്ക് ചാർലി ചാപ്ലിൻ അറിയാം, നിങ്ങൾക്ക് ബാംഗ്ലൂർ ഡേയ്സ് ഉസ്താദ് ഹോട്ടൽ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ അതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. സിനിമ അറിയാം. സിനിമ അറിയാം, ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. കിട്ടുന്നില്ല. ആൻഡ് ദി ആൻസർ അഞ്ജലി മേനോനാണ്. അഞ്ജലി മേനോനാണ്. കേട്ടിട്ടുണ്ട് സാറിന്? അറിയാം ചെയ്യാം. കുഴപ്പമില്ല. ഇനി 4 ചോദ്യം കൂടെ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, വെൻ യു ഹിയർ ദ നെയിം CR7, who is the first person that comes to your mind? CR7 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്ന ആദ്യ പേര് എന്താണ്? CR7 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ആദ്യ പേര്. CR7 ലോകം മുഴുവൻ അറിയുന്ന ഒരു പേരാണ്. സാറേ ഇത് പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ പൊതുവെ ചിലപ്പോൾ തല്ല് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ലോകം മൊത്തം അറിയുന്ന ഒരു പേരാണിത്. CR7 എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിക് നെയിമാണ്. ദാറ്റ്സ് ഹൗ ഹിസ് ഫാൻ ബേസ്. ഏത് ഫീൽഡിലാണെന്ന് ക്ലൂ ഉണ്ടോ? അത് പറഞ്ഞാൽ ചിലപ്പോൾ പറയും. സ്പോർട്സ് ആണ് മേഖല. സ്പോർട്സ് മേഖലയിലെ CR7 ഇങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ ലോകത്തിൽ. ഇങ്ങനെ ഒരാളൂടെ കഴിഞ്ഞാൽ തീർന്നു, അത്ര ഫേമസ് ആണ്. ഒരു ക്ലൂയും കൂടെ തരാം, ഫുട്ബോൾ ആണ് മേഖല. ഇനി പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല സാർ. സാർ പെലെ വരെ എത്തിയിട്ടുണ്ട്. എന്തായാലും കടക്കും, കുറച്ചുകൂടെ കടക്കും. പെലെ തെറ്റുത്തരാണ്. ഇനി ഇങ്ങോട്ടേക്കൊന്ന് ചോദിച്ചു നോക്കാം. CR7 ആരാണ് മക്കളെ? അറിയാമെങ്കിൽ വേഗം പറഞ്ഞോ. ക്രിസ്ത്യൻ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. ഇനി അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇത് താരതമ്യേന ഈസി ചോദ്യമാണ്. സാറ് സിനിമാ മേഖലയിൽ നിന്ന് ആയതൊക്കെ കൊണ്ടിട്ട് സംതിങ് റിലേറ്റഡ് വിത്ത് മൂവീസ്. ഓക്കെ, ഹൂ ഈസ് എ ഫേമസ് മലയാളം പ്ലേ ബാക്ക് സിംഗർ നോൺ ഫോർ ദ സോങ് മാണിക്യ മലരായ പൂവി? മാണിക്യ മലരായ പൂവി എന്ന ഗാനം ആലപിച്ച പ്രശസ്തനായ മലയാള പിന്നണി ഗായകൻ ആരാണ്? ഒരു ക്ലൂ തരാം. അദ്ദേഹം ഗായകൻ മാത്രമല്ല, ഒരുപാട് മേഖലയിൽ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. ചേച്ചി കിട്ടി. മഹദിയാം ഖദീജ ബീബി മക്ക എന്ന പട്ടണത്തിൽ വിലസിടും നാരി. ആരാണിത് പാടിയിരിക്കുന്നത്? ഭയങ്കര ഫേമസ് ആണ്. കുറേ മേഖലയിലുണ്ട്. ആക്ടിങ്, ഡയറക്ഷൻ, സിംഗറാണ്. വലിയൊരു ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ പാരമ്പര്യം മകനാണ്. ഇനി പറഞ്ഞില്ലെങ്കിൽ വീണ്ടും എന്നെ സാറേ വരട്ടെ സാറേ. വിജയ് യേശുദാസ് വല്ലാണോ? പാരമ്പര്യമുള്ള ആളെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ദാസേട്ടനിൽ തന്നെ ഇതുപോലെ പാരമ്പര്യമുള്ള ഒരു ലെജൻഡിന്റെ മകനാണ്. ഒരു അവസരം കൂടെ ഞാൻ തരാം, ഒരേ ഒരു അവസരം. സംവിധായകനാണ്, നടനാണ്, എഴുത്തുകാരനാണ്, അഭിനയിക്കും, മാപ്പിളപ്പാട്ടൊക്കെ അസാധ്യമായിട്ട് പാടും. പുള്ളിയുടെ അനിയനും ഭയങ്കരമായ ഒരു മനുഷ്യനാണ്. ഇനി എന്നെ കൊല്ലണം പ്ലീസ്. ഓക്കെ, ഉത്തരം ഞാൻ പറയുന്നു, വിനീത് ശ്രീനിവാസൻ. ഓക്കെ, കുഴപ്പമില്ല. ഇനി 2 ചോദ്യം കൂടെ ഉണ്ട് സാറേ, അതിൽ നമ്മൾ പിടിക്കും. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഹൂ വാസ് ദ ഫസ്റ്റ് വുമൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള? കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? വനിതാ മുഖ്യമന്ത്രിയാണ്, വേറെ മിനിസ്റ്റേഴ്സ് ആരുമല്ല. വനിതാ മുഖ്യമന്ത്രി, കേരള ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. ബ്രില്യൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. വെറുതെ നമ്മൾ തുടക്കം തൊട്ട് EMS നമ്പൂതിരിപ്പാട് തൊട്ട് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഇതുവരെ വന്ന് സഖാവ് വരെ എത്തി നിൽക്കുമ്പോൾ വനിതാ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ. സാറിൻ്റെയൊക്കെ കുട്ടിക്കാലത്തും പ്രൈമറി, അപ്പർ പ്രൈമറി, കോളേജ് കാലത്ത് കല്യാണം കഴിക്കുന്നു, പിള്ളേരാവുന്നു. ആ സമയത്തെല്ലാം ലേഡി CMs. ആരാണ് ആദ്യത്തെ ലേഡി മുഖ്യമന്ത്രി കേരളത്തിൻ്റെ? മൈക്കില് സാർ ഇനി എന്തെങ്കിലും മനസ്സിലുള്ളത് പറഞ്ഞു, ചിലപ്പോൾ ശരിയാവും. സാറ് മൈക്കിൽ പറഞ്ഞു നോക്കുകയാണ്. 57 മുതലുള്ളത് ശ്രമിക്കുകയാണ്. സാർ 57 തൊട്ട് പോയിട്ടുണ്ട്. 67, 77, 87, 97, കുറച്ച് കാലം ഉണ്ട്. മാം, ചിന്തിക്കാൻ ഒരു അവസരം ഞാൻ തരുന്നു. രാഷ്ട്രീയമേ അറിയത്തില്ല.
ക്രിസ്ത്യൻ ലേഡിയാണോ നെയിം എന്ന് ചോദിക്കുന്നുണ്ട് സാർ. ഒന്നും പറയാൻ ഇതിന് എനിക്ക് ക്ലൂ ഇല്ല. പറയണ്ട. ആദ്യത്തെ ഇതിൽ എൻ്റെ ചോദ്യത്തിലുണ്ട് ബ്രില്യൻ്റ് ആയിട്ട് ജസ്റ്റ് അപ്ലൈ ദ ഇൻ്റലിജൻസ് ഉള്ളി. വനിതാ മുഖ്യമന്ത്രിയാണ്, മിനിസ്റ്റേഴ്സ് അല്ല. വനിതാ മിനിസ്റ്റേഴ്സിനെ അറിയില്ല. മുഖ്യമന്ത്രി ആരാണ് കേരളത്തിൻ്റെ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അത്രയ്ക്ക് എത്തിയില്ല. 57 ഇവിടെ ചിന്തിക്കുന്ന പോലുമില്ല. ഇനി നടക്കില്ല. ഇനി 2 എപ്പിസോഡ് കൂടെ ഞാൻ വനിതാ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിൽക്കണം. എന്നാൽ ഉത്തരം വളരെ സിമ്പിളാണ്. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഇല്ല. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് സർ. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു റൗണ്ടിൽ. ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പോപ്പുലർ TV ഷോ റിവർ ഡെയിൽ ബേസ്ഡ് ഓൺ? അതായത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള TV ഷോയാണ്. ഏത് കോമിക്സിനെ അടിസ്ഥാനമാക്കിയാണ് റിവർ ഡെയിൽ എന്ന ജനപ്രിയ TV ഷോയിലെ കഥാപാത്രങ്ങളെ രൂപീകരിച്ചിട്ടുള്ളത്? ഏത് കോമിക്സ്? ഈ കോമിക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ എണ്ണപ്പെട്ട ഇംഗ്ലീഷ് കോമിക്സിലൊന്ന് ഇത് തന്നെയായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ കാലം, എത്രയോ കാലം വരെ എൻ്റെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ഇല്ല, കിട്ടുന്നില്ല. ഞാൻ റിവീൽ ചെയ്തോട്ടെ പ്ലീസ്? മക്കൾക്കറിയോ? മക്കളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കോമിക്സ് ആർച്ചി കോമിക്സ് ആണ്. ആർച്ചിയാണ്. എനിക്ക് തോന്നുന്നു സാറൊക്കെ കണ്ടു കാണണം. വളരെ ഇഷ്ടമുള്ള എന്നിട്ടാണ് പറയാതെ ഇരുന്നത്. കൊച്ചു കള്ളൻ. എല്ലാം ഇഷ്ടമായിരുന്നു എന്നൊക്കെ, എന്നിട്ട് എന്നോട് പറയാതിരിക്കുകയാണെന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ 5 ചോദ്യങ്ങളും 3ാമത്തെ റൗണ്ടിൽ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഞങ്ങളുടെ ഈ ഒരു സെഗ്മെൻറ്റ് കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ O ടീമിന് ലഭിച്ചിരിക്കുന്നത് 13 പോയിന്റ് ആണ്. ആൻഡ് ഞങ്ങളുടെ Y ടീമിന് ഇവിടെ സ്വന്തമാക്കാൻ പറ്റിയിരിക്കുന്നത് 14 പോയിന്റ് ആണ്. എങ്ങനെയാണെങ്കിലും അവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സാറ് 1 പോയിന്റ് എങ്കിലും പിടിച്ച് ഭയങ്കര ഹാർഡ് കോമ്പറ്റീഷൻ ആയിരുന്നു. കുട്ടികളായോണ്ട് ഞങ്ങൾ വിട്ടുകൊടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട് നോക്ക്, ഭയങ്കരമായിട്ടിരുന്ന് ഫൈറ്റ് ചെയ്ത്. ഓക്കെ, ഞങ്ങളുടെ O ടീമിനെ ഞങ്ങൾ മുന്നോട്ട് വിളിക്കുകയാണ് പ്ലീസ്. സോ ഞങ്ങളുടെ O ടീമിന് റണ്ണേഴ്സപ്പായി മാറിയിരിക്കുകയാണ്. അവർക്ക് ഞങ്ങൾ നൽകാൻ പോകുന്നത് ആദ്യം തന്നെ സജന നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. സൂപ്പർ എനർജി. ഒപ്പം തന്നെ നമ്മുടെ ഒരു ക്യാഷ് പ്രൈസ് കൂടി അവർക്ക് നൽകുന്ന ടോക്കൺ ഓഫ് ലവ് മെമൻറ്റോസ് കൂടി നൽകാൻ പോവാണ്. താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ്. താങ്ക് യു സർ. താങ്ക് യു. എപ്പിസോഡായിരുന്നു, നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. പിന്നെ അവർ പെർഫോം ചെയ്തു. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ നൽകാൻ പോകുന്നത് ആദ്യം തന്നെ സജന നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും ഒപ്പം തന്നെ ദ ഗോർമെറ്റ് ഹൗസ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. പ്ലീസ്, ഗോർമെറ്റ് ഹൗസിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ക്യാഷ് പ്രൈസ് കൂടി ഞങ്ങൾ നൽകാൻ പോവാണ് കേട്ടോ. നമ്മുടെ ജീവൻ ടിവിയുടെ ഭാഗത്ത് നിന്നും RG മീഡിയയുടെ ഭാഗത്ത് നിന്നും we are just giving you some mementos for the memory. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഞങ്ങളുടെ ഓരോ എപ്പിസോഡും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഒരുപാട് നല്ല റെസ്പോൺസസ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതൊരു ഒറിജിനൽ കോണ്ടന്റ് ആണ്. ഇതിനു മുന്നേ ഒരു ടെലിവിഷനിലും ഇങ്ങനെ ഒരു ഷോ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. സോ അതിൻ്റെ എല്ലാ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് സോ ഹാപ്പി ടു നോ ദാറ്റ് യു ആർ റിയലി ലൈക്കിംഗ് ദ ഷോ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ല ചുറുചുറുക്കുള്ള O ടീമിനെ Y ടീമിനെ ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഉണ്ടാകും. So till the next time we all meet, this is RG Media 360 presenting YXO Kerala, winding up.